നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ. കടുത്ത തൊഴിൽക്ഷാമവും വ്യാപാര പ്രതിസന്ധിയും നേരിടുന്ന കേരള സമൂഹത്തിന് വൈദ്യുതി ചാർജ് വർധന ഇടിത്തിയായിരിക്കുകയാണെന്നും വർദ്ധിപ്പിച്ച ചാർജ് ഉടനെ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന സമരപോരാട്ടങ്ങളുടെ ഭാഗമായി വെൽഫെയർ പാർട്ടി തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് മജീദ് മാടമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. എല്ലാ സ്ഥാപനങ്ങളും അത് സ്വകാര്യവൽക്കരിക്കാനും കുത്തകവൽക്കരിക്കാനും ഇടതുപക്ഷ സർക്കാർ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം രണ്ടാം തവണയാണ് ഇതുപോലെ വൈദ്യുതി ഭവനിലേക്ക് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇതുപോലെ തന്നെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുകയും അത് പിന്നീട് ജനാധിപത്യ സ്വഭാവത്തിലുള്ള ഒരുവിധ പ്രതിഷേധങ്ങളും ചെവികൊള്ളാതെ ആ ബൂർഷ മനസ്ഥിതിയോടുകൂടി അവരത് നിലനിർത്തുകയാണ് ചെയ്തത്. ഇപ്രാവശ്യവും ജനങ്ങൾ അങ്ങേയറ്റം ദുരിതത്തിലാണുള്ളത്. ദുരിതത്തിന്റെ കയത്തിൽ നെടുവീർപ്പുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരള ജനതയ്ക്കുമേൽ ഇടുത്തി പോലെയാണ് ഈ വൈദ്യുതി ചാർജ് വർധനവ് വന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് ഇതിനു മുൻപൊക്കെ ഇത്തരം പ്രവണതകൾ ഉണ്ടായാൽ അതിനെതിരെ ശക്തമായി ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്ന സംഘടനകളായിരുന്നു ഇടതുപക്ഷത്തോട് ഓരം ചാരി നിൽക്കുന്ന ഇടതുപക്ഷ തൊഴിലാളി യൂണിയൻ സംഘടനകൾ. ഇന്ന് അവരെ എവിടെയും തെരഞ്ഞെടുത്ത് കാണാനില്ല. പാൻ ബസാറിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി താഴെപ്പാലം വൈദ്യുതി ഭവന് മുൻപിൽ പോലീസ് തടഞ്ഞ മാർച്ചിന് മണ്ഡലം സെക്രട്ടറി അഷ്റഫ് അലി ടി.കെ, മുനിസിപ്പൽ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ മുല്ലശ്ശേരി, ട്രഷറർ അബൂബക്കർ ടി.ഇ, കാമറൺ പൂന്തല, കുഞ്ഞിമുഹമ്മദ് മുളിയത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. TVN ന്യൂസ്, തിരൂർ. SSLC +2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 ഏക്കർ സ്ഥിതിയിൽ 2500 പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ, സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ.